അതുപോലെ കർത്താവിൻ്റെ വരവിൻ്റെ 30 ലക്ഷണങ്ങളിൽ 4 ലക്ഷണങ്ങൾ കോവിഡിൻ്റെ മറവിൽ ഇവിടെ നടക്കുന്നു. ഒന്നാമത്തെ സംഭവം ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് രാത്രി തിരുമലയും കുന്നപ്പുഴയും പേയാടും നിങ്ങളിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. കോവിഡിൻ്റെ മറവിൽ ഒരു കൂട്ടം ജനം മടങ്ങി വരുവാൻ തുടങ്ങി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചിതറപ്പെട്ട സമൂഹമായിരുന്നു യഹൂദൻ. അമേരിക്കയിൽ നിന്ന് 80,000 യഹൂദന്മാർ കോവിഡിൻ്റെ മറവിൽ മടങ്ങി. അരുണാചൽ പ്രദേശ്, മിസോറാം, മനസെ ഗോത്രക്കാർ 246 പേർ കോവിഡിൻ്റെ മറവിൽ ഇന്ത്യയോട് ഗുഡ് ബൈ. അതിനുശേഷം എത്യോപ്യയിൽ നിന്ന് ഉള്ള യഹൂദന്മാരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് യാത്രയായി. ഇസ്രയേലിൻ്റെ സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ പേരായി യായിർ ലാപ്പേഡ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൻ ആരോ ആയിക്കോട്ട് വിഷയമില്ല, അമ്മ യഹൂദ സ്ത്രീയെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മടങ്ങി വരാം. ഇന്ന് രാത്രി മൗണ്ട് ഒലിവ് ചർച്ച് നിങ്ങൾക്ക് ചെയർ ഒരുക്കിയിരിക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ പർവ്വതനിരയായ നല്ലൊരു പർവ്വതമുണ്ട്. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടി ഏലാത്ത് വാലി, ഏലാത്താഴ്വര. മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി കേരള ഗവൺമെൻറ് ലൈഫ് മിഷൻ വീട് പണിയുന്നത് പോലെ ആയിരക്കണക്കിന് വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മടങ്ങി വരവ്. ഇവിടെ നിങ്ങൾ വന്നപ്പോൾ ദൈവസഭയുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഷെയ്ക്ക് ഹാൻഡ് തന്ന് ചെയറിലിരുത്തിയതുപോലെ ഇന്ന് രാത്രി ഇസ്രായേലിൻ്റെ തലസ്ഥാനം ടെൽ അവീവ്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു എയർപോർട്ടുണ്ട്, ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ മടങ്ങി വരുന്ന യഹൂദന് കരം കൊടുത്ത് നിൽക്കുവാൻ ഒരു ടീം റെഡിയായി. റോഷ് ഹോസന്ന ഗ്രൂപ്പ്. എന്തിനു വേണ്ടി? കോവിഡിൻ്റെ മറവിൽ യഹൂദൻ മടങ്ങുന്നു, വരുന്നു. ഒരു 3-ാം ലോകമഹായുദ്ധം. 2 യഹൂദൻ്റെ ആലയം. ഇത് ബൈബിൾ പ്രവചനത്തിൻ്റെ നിവർത്തി. എസെക്കിയേൽ പ്രവചനം 36:24 വായിക്കത്തില്ല. നിങ്ങൾ ചിതറിപ്പോയ ദേശത്തു നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും നിങ്ങളെ മടക്കി വരുത്തി ഇസ്രായേൽ ദേശം പൂർണ്ണമായി നിങ്ങളുടെ കരങ്ങളിൽ തരും. യഹൂദൻ പൂർണ്ണമായി മടങ്ങുന്നു കോവിഡിൽ. 2 ഈ ലോകം ഇനി ആര് ഭരിക്കും? ഇന്ന് രാത്രി നാം അതാ ചിന്തിക്കാൻ പോകുന്നത്. ആര് ഈ ലോകം ഭരിക്കും? അമേരിക്കയിലെ കാര്യം അറിയാമോ? ബാങ്കെല്ലാം പൊട്ടുന്നു, ബൈഡൻ കരയുന്നു, പൈപ്പ് തുറന്നാൽ മഞ്ഞ്, കാലിഫോർണിയയിൽ വെടിവെപ്പ്, മെക്സിക്കോയ്ക്കകത്ത് ആൾക്കാർ മതിൽ ചാടുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയ കാനഡ, ടൊറൻഡോ, ഒണ്ടേറിയ, നയാഗ്ര മൊത്തം മയക്കുമരുന്ന് കട. പിള്ളേർ കിടന്ന് നെട്ടോട്ട് ഓടുന്നു. കാനഡയുടെ പ്രസിഡന്റ് കുഴങ്ങുന്നു, ജസ്റ്റിൻ ട്രൂഡോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പിള്ളേർ ഇപ്പം മതിലിയാടി UK-യിൽ. അവിടുത്തെ പ്രധാനമന്ത്രി ആകെ കിടന്ന് നെട്ടോട്ട് ഓടുന്നു. റഷീസുനക്ക് ആര് രക്ഷിക്കും? അത് കഴിഞ്ഞ് കോവിഡിന് ശേഷം വന്ന രോഗങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കാനില്ലാതെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ആന്റണി ഫൗച്ചി കരയുന്നു, എൻ്റെ കയ്യിൽ കാശില്ല. തുർക്കിയിൽ ഭൂകമ്പം വന്നപ്പോൾ 10 രൂപ കൊടുക്കാനില്ലാതെ UN ജനറൽ സെക്രട്ടറി കരയുന്നു, കയ്യിൽ കാശില്ല. അങ്ങനെയെങ്കിൽ ഈ ലോകം ആര് ഭരിക്കും? ശ്രദ്ധയോട്. 2600 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് തൻ്റെ പ്രിയപുരുഷനായ ദാനിയേൽ കിടക്കുകയാണ്. ആ ദാനിയേൽ പ്രവാസത്തിൽ 2 അധ്യായങ്ങൾ ഉലക രാഷ്ട്രീയത്തെപ്പറ്റി എഴുതി. ദാനിയേൽ പ്രവചനം 7:8. ചാക്കിനകത്ത് അവൻ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇറാഖിനകത്ത് കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് കൊടുത്ത അരുളപ്പാട്. ദാനിയേൽ പ്രവചനം 7:8. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. തല തങ്കം കൊണ്ട് ബാബേലിൻ്റെ ചക്രവർത്തി നെബൂഖദ്നേസർ. അത് കഴിഞ്ഞ് നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ദാര്യാവേശം കോരശം. അരഭാഗം താമ്രം കൊണ്ട് ഗ്രീക്കിലെ ഒറ്റക്കൊമ്പനായ അലക്സാണ്ടർ, യവനായ രാജാവ്. അത് കഴിഞ്ഞ് കാലിൻ്റെ തൊടഭാഗം ആ ഇരുമ്പ് കൊണ്ട് റോം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ലോകം ജനാധിപത്യ ഭരണം ഇരുമ്പും കളിമണ്ണും കഴിയുമ്പോൾ 10 കൊമ്പിൻ്റെ മെമ്പൊടിയിൽ ഒരുവൻ എഴുന്നേറ്റ് വരും കോവിഡിൻ്റെ മറവിൽ. ദാനിയേൽ 8:23, 24, 25. അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. കോവിഡിൻ്റെ മറവിൽ ഒരുവൻ ഭരണത്തിലേക്ക്. 3-ാമത്തെ സംഭവം, അന്ത്യകാല സംഭവങ്ങൾ. നിങ്ങളിവിടെ കുന്നപ്പുഴയും തൃക്കണ്ണാപുരത്തും ഇരുന്നപ്പോൾ ചില കാര്യങ്ങൾ നടന്നു. മനുഷ്യൻ്റെ കയ്യിലെ നോട്ട് പതിയെ മാറുവാൻ തുടങ്ങി. കോവിഡിൻ്റെ മറവിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം സ്മാർട്ട് മൊബൈൽ. സഹോദരന്മാർക്ക് 3 ആപ്ലിക്കേഷൻസ് പെരുവഴിവാക്കാൻ വന്നു. കോട്ടയം കൊല്ലം ഭാഷയെ പറഞ്ഞാൽ കറിയാച്ചായനും തോമാച്ചായനും ഓവറാച്ചായനും. അതില്ലാത്ത മൊബൈലുണ്ടോ? ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ചെയ്യൂ, ചിന്നമ്മ ചേച്ചി സന്തോഷമില്ലല്ലോ. അങ്ങനെ 3 ആപ്ലിക്കേഷൻ വന്നെങ്കിൽ അവൻ്റെ മൂത്ത ചേട്ടൻ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ പേരാ ബിറ്റ് കോയിൻ.
ആരായതെന്നറിയത്തില്ല. 2009 കർത്താവിൻ്റെ വരവിൻ്റെ നിർണായക വർഷം. നാളെ തൊട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. 2009 ഒരു ചെറുപ്പക്കാരൻ ജപ്പാനിൽ നിന്ന് തുടങ്ങി സദാശയ നക്കാമോട്ട്. അന്ന് 6250 രൂപയുള്ളായിരുന്നു ഒരു ബീറ്റ് കോയിൻ. ഇന്ന് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഏജന്റന്മാരുണ്ട്. $20,000 മുകളിൽ. എവിടെ വേണേലും പൈസ അയക്കാം. ബാങ്കിൽ നിൽക്കണ്ട, ക്യൂ നിൽക്കണ്ട. ഒരൻ കാര്യം ചെയ്യണ്ട, ഈ നമ്പർ വച്ചാൽ കൈവച്ച് കഴിഞ്ഞാൽ ലോകത്തെവിടെയും പൈസ അയക്കാം. അന്ത്യദിനങ്ങളിലേക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സ് ആലുവ, നമ്മുടെ പൂജപ്പുര SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എറണാകുളം, അത് കഴിഞ്ഞ് കാനറ ബാങ്ക് ചെന്നൈ, ഇന്ത്യൻ ബാങ്ക് അലഹാബാദ്. ഒരു ക്വാർട്ടേഴ്സും വേണ്ട, ഒരു ATM കാർഡും വേണ്ട, മൊബൈലിനകത്ത് OTP ഇല്ലാതെ എവിടെയും പൈസ അയക്കുവാൻ ഇന്നൊരു കറൻസി വന്നു, ബിറ്റ് കോയിൻ. തീർന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ IPC സബ് സെൻറ്ററിൻ്റെ കൺവെൻഷൻ, ചാക്കോപ്പാസ് കൺവെൻഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് യാത്ര. പ്രഭാതത്തിൽ മോൻ എന്നെ വണ്ടിയിൽ കൊണ്ടുവിട്ടു. 1-2 സീറ്റ് എൻ്റെ ഇപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 6 മണിക്ക് ബസ് എടുത്തതാ. 7:45 കഴിഞ്ഞപ്പോൾ വൈറ്റിലെത്തി. അപ്പോൾ 1.25 മണിക്കൂർ കൊണ്ട് 2 മൊബൈലിട്ട് ഞെക്കുന്നു. എനിക്ക് ഭയങ്കര സംശയം. കപ്പയുടെ ചവിട്ടി എലി മാന്തുന്നൂലെ മിനിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുക. വൈറ്റിലെ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ പറഞ്ഞു ചായ കുടിക്കാൻ സമയമുണ്ടപ്പോൾ ഞാൻ ഈ മോനെ പരിചയപ്പെട്ടു. അവനോട് ചോദിച്ചു, ഒരു വലിയ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. സ്തോത്രം. അപ്പോൾ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാനൊരു സുവിശേഷകനെ ഉപദേശിച്ച പാസ്റ്ററാന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു, മക്കൾ ദാണ്ട് ഈ ഞെക്കിക്കൊണ്ടിരിക്കുന്ന എന്തുവാ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ വരുന്നവർ 4 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തെന്ന്. കരമുയരുന്നില്ലല്ലോ, കീക്കി കൂക്കു. ഒറ്റ ബാങ്കിലും പോണ്ട, ഒന്നും വേണ്ട. കൈവച്ചാൽ ലോകത്ത് മുഴുവൻ പൈസ അയക്കാമെങ്കിൽ. അത് കണ്ടിട്ട് ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു നെഞ്ചുവേദന. അത് കണ്ടിട്ട് ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് വസ്തു കച്ചവടമോ കെട്ടിട കച്ചവടമോ നടക്കണമെങ്കിൽ ബാങ്കിൽ പോകണ്ട. 5 ലക്ഷം രൂപ മിനിറ്റ് കൊണ്ട് അയക്കുവാൻ ഈ റുപ്പേ അഥവാ കറൻസി രഹിത ലോകം. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരുന്നതിന് മുമ്പ് കറൻസി മാറും. കൈവച്ച് പൈസ അയക്കാനുള്ള ടെക്നോളജി ഇവിടെ വരാൻ പോകുന്നു. പൗലോസ്ലീഹ ധന്യൻ ചൊല്ലി 2 തെസ്സലോനിക്കർ 2:6-7 അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ഓൺ ഗോയിങ് പാനിക്. Last 3 years our paper currency is going to your pocket. 3 applications come to your digital mobile, Google Pay, Phone Pay, then Paytm. എങ്കിൽ വരാൻ പോകുന്നു ഏകലോക കറൻസി. അതിനെപ്പറ്റിയായിരിക്കും മോഡി സാറിൻ്റെ 60 ഇൻ്റർനെറ്റ് ആയിരിക്കും അടുത്ത ദിവസം പ്രസംഗിക്കുന്നത്. ലോകം എങ്ങനെ പോകുമെന്ന് 4ാമത്തെ സംഭവം പറഞ്ഞുകൊണ്ട് കടക്കാം. ഈ കോവിഡ് ഇത്രയും പേരെ കൊന്നിട്ടും യുദ്ധക്കൊതിയന്മാർ ഇന്ന് രാത്രിയും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി 1 വർഷവും 1.5 മാസവുമായിട്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. ചൈനക്കാരൻ അപ്പുറത്ത് തൈവാനെ ആക്രമിക്കാൻ 400 വിമാനവും 30-ൽ പരം പടക്കപ്പൽ ശരിയാക്കി വെച്ചിരിക്കുക രാത്രിയിൽ. അതുകൊണ്ട് റഷ്യയുടെ അനുമതി മേടിക്കാൻ പോയിട്ട് കഴിഞ്ഞ ദിവസം ചൈനയുടെ പ്രസിഡന്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഇസ്രയേലിൽ പുതിയതായി ഒരു പ്രധാനമന്ത്രി വീണ്ടും വന്നു, ബെഞ്ചമിൻ നെതന്യാഹു. വന്നതിൻ്റെ പിറ്റേന്ന് അവൻ സിറിയക്കാരനെ അടിച്ചു. അടുത്ത ഇറാനെ അടിക്കാൻ വഴി നോക്കുമ്പോൾ വേറെ 2 ചേട്ടന്മാർ അടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പേര് തെക്കൻ കൊറിയ, വടക്കൻ കൊറിയ. അർത്ഥം തൃശ്ശൂർ പൂരത്തിന് പാറമേൽക്കാവും വടക്കേക്കാവും പൊട്ടിക്കുന്നത് പോലെ ബലൂൺ അയച്ച് തീക്കളി നടത്തുന്നു കൊറിയക്കാർ. നടത്തുമ്പോൾ എൻ്റെ നാഥൻ പറഞ്ഞ പ്രവചനത്തിന് നിവർത്തി കോവിഡിൻ്റെ മറവിൽ ഇവിടെ നടക്കുന്നു. മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെക്കുറിച്ച് കുന്നപ്പിടക്കാർ കേക്ക്. ഇത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട് എതിർക്ക്. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും അവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭ. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ കോവിഡിന്റെ മറവിൽ അന്ത്യകാല പ്രവചനങ്ങൾ ഇന്ന് രാത്രി മൗണ്ട് ആലുവ ചർച്ചക്കോടിലെ ദൈവകുഞ്ഞുങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതിയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് വചനപ്രകാരം രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയും. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കുന്നപ്പുഴയിലെ ദൈവമക്കളെ
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം 24 അധ്യായം 3, 4, 5 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3, 4, 5. മത്തായി 24, 3, 4, 5 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം. 1 അടുത്ത് വായിച്ച കുഞ്ഞ്. നമ്പർ 1 അതെപ്പോൾ സംഭവിക്കും. 2 നിന്റെ വരവും ഈ ലോകം അവസാനിക്കും. ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. യേശു ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അടുത്തത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അവിടം വരെ നിർത്തട്ടെ. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ഉലകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ലഭിക്കപ്പെട്ട ഭജനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. മഹാദൈവത്തിൻ്റെ തിരുക്കരം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിന് വേണ്ടി എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? എവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട് അവിടെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. എവിടെ ദൈവജനം മുട്ടുമടക്കിയിട്ടുണ്ട് അവിടെ മതിലുകൾ തകർന്നിട്ടുണ്ട്. എവിടെ ദൈവസന്നിധിയിൽ ദൈവജനം അനുതപിച്ച് കരഞ്ഞിട്ടുണ്ട് അവിടെ കെട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഇന്ന് രാത്രി അവരുടെ നടുവിലേക്ക് വരാമെന്ന് പറഞ്ഞ മഹാദൈവ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ ഞാൻ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു കോവിഡിനകത്ത് ലക്ഷങ്ങൾ മരിച്ചു വീണപ്പോൾ ഇന്ന് രാത്രി അതിൻ്റെ നടുവിൽ കുന്നപ്പുഴ ദൈവസഭയിൽ മഹാദൈവം എന്നെ കൊണ്ടുവന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്ന് കാലിന്റെ വീഴ്ചയിൽ പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. സഹോദര സഹോദരി, മാതാവ് പിതാവ്, ഈ കോവിഡ് വന്നിട്ട് ഈ കുന്നപ്പുഴയിലും ഈ പേയാടും കുരിശുമുട്ടത്തും തച്ചോട്ടുകാവിലും 100 കണക്കിന് പേരുടെ ശവശരീരങ്ങൾ പെട്രോൾ ഒഴിച്ച് വട്ടിയൂർക്കാവിലും മലമുകളിലും കത്തിച്ച കാഴ്ച നിങ്ങൾ കണ്ടു. ഇവിടെ ഈ തൃക്കണ്ണാപുരത്ത് അനേകം പേരുടെ ഡെഡ് ബോഡികൾ 12 അടി താഴ്ചയിലേക്ക് പച്ചയ്ക്ക് വലിച്ചെറിഞ്ഞ് JCB കൊണ്ട് മണ്ണിട്ടപ്പോൾ അതിൻ്റെ നടുവിലും ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ കാത്ത ദൈവത്തിന് കോടാനുകോടി സ്തോത്രമെന്ന് പറയുക. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. ഇന്ന് രാത്രി എവിടെ ആരാധന വെളിപ്പെട്ടിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി, മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി പൗലോസും ശീലാസും ലോകത്തിലെ കഷ്ടങ്ങൾ മുഴുവൻ അവർ ഏറ്റുമാകി. തല മുതൽ കാൽ വരെ നല്ല അടികൾ കിട്ടി. രാത്രിയുടെ യാമത്തിൽ ആമത്തിനകത്ത് കാലുകൾ ബന്ധിച്ചു വെച്ചിരിക്കുക. പക്ഷേ അവിടെ ഇതുപോലെ ലൈറ്റ് ഇല്ല, പാടുന്ന കുഞ്ഞുങ്ങളില്ല. ആ 2 കുഞ്ഞുങ്ങൾ രാത്രിയുടെ യാമത്തിൽ നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. എവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട് ആരാധനയുടെ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ അവരുടെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവറിയിൽ തകർത്ത് കളഞ്ഞ് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ട സിസ്റ്റർ, നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്നത് പിശാച് കെട്ടിയ ചങ്ങലകളെ അഴിച്ചു മാറ്റുക. ഇന്ന് രാത്രി നിന്റെ മേൽ അധരഫലമെന്ന സ്തോത്രയാക ചലിക്കുന്ന രാത്രിയ. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. ബ്രദർ, ഇന്ന് രാത്രി മിണ്ടാതിരിക്കാനല്ല, എൻ്റെ കഷ്ടതയുടെ നടുവിൽ എന്നെ വിടുവിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രമെന്ന് പറയുമെങ്കിൽ നിന്റെ യാമത്തിനകത്ത് കെട്ടിയ ചങ്ങലകളെ പൊട്ടിച്ച് കാരാഗ്രഹത്തിനകത്ത് പുറത്തു കൊണ്ടുവരുക. പൗലോസിന്റെ ശീലാസിന്റെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങിയ ദൈവശക്തി ഈ കൺവെൻഷന്റെ ആദ്യ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആ കുഞ്ഞുങ്ങൾ അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാൻ തയ്യാറായി. ഇന്ന് രാത്രി കുന്നപ്പുഴയിൽ ആരാധന വെളിപ്പെട്ടാൽ ചില പാരമ്പര്യത്തിന്റെ മതിലുകൾ സ്വർഗം ഇടിച്ചാൽ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ചിലർ പുറത്തു വരുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പ. ഈ രാത്രിയിലെ ഹല്ലേലൂയ വചനത്തിനും ആരാധനയ്ക്കും കഴിയട്ടെ. തീർന്നില്ല, 3ാമത്തെ വിടുതൽ. ആരവരെ കാരാഗ്രഹത്തിനകത്താക്കിയോ കാരാഗ്രഹം പ്രമാണി ചോദിച്ചു, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി കുന്നപ്പുഴ പട്ടണത്തിനകത്ത് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ,
കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മഹാദൈവ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം വന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കര ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, ദേശത്ത് വ്യാപരിക്കുന്ന ദുഷ്ടന്റെ പോരുകൾ, എല്ലാ മയക്കുമരുന്നിന്റെ ശക്തികൾ, എല്ലാ ആത്മഹത്യയുടെ ടെൻഡൻസി വരുന്ന ശക്തികൾ ഇന്ന് രാത്രി പട്ടണം വിട്ട് മാറുന്ന രാത്രിയായി മാറട്ടെ. 2021 മാർച്ച് മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ക്രൂശിക്കപ്പെട്ട നാഥന് ഈ പട്ടണത്തിനകത്ത് ഞങ്ങൾ ഉയർത്തുന്നു. നാഥന്റെ ശബ്ദം എവിടെ മുഴങ്ങിയിട്ടുണ്ടെങ്കിലും ചില കുഞ്ഞുങ്ങൾ മുട്ടുമടക്കിയെങ്കിൽ ഈ ദേശത്ത് ചില കുഞ്ഞുങ്ങളെ കൂടെ ദൈവസഭയ്ക്ക് ആദായപ്പെടുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ മുഖാന്തരമാകണമേ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാത്തുകൊള്ളണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ധരിക്കണമേ. ഇന്ന് രാത്രി ഒരു അന്ത്യകാലത്തിൻ്റെ ദൂതേറ്റെടുത്ത് ഒരിക്കൽ കൂടി കാൽവറിയുടെ മുഖത്തേക്ക് നോക്കി താഴ്മയോടെ ജീവിപ്പാൻ ഈ മക്കളെ ബലപ്പെടുത്തണം. ഇന്ന് രാത്രി ശബ്ദം, വെളിച്ചം, പ്രകൃതി, ഓൺലൈൻ എല്ലാം സ്വർഗം കാക്കണം. ഈ കുഞ്ഞുങ്ങളെല്ലാം വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദിയപ്പാ. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനഭാഗം തേരെ കടന്നു പോകാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാ ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങൾ. AD 30 വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവറിയിലെ ക്രൂശീകരണം. ആ ക്രൂശീകരണത്തിനോടനുബന്ധിച്ച് AD 37 മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതപ്പെട്ട സുവിശേഷത്തിൻ്റെ ഏടുകളാണ് മത്തായി സുവിശേഷം. 28 അധ്യായങ്ങൾ, 1278 വാക്യങ്ങൾ ഇതിനകത്ത്. ശ്രദ്ധയോടെ 5 കഥാപാത്രങ്ങളെ സ്വർഗം ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, യേശുവിൻ്റെ അമ്മ മറിയ, അതിനോടൊപ്പം തന്നെ മഗ്ദലക്കാരി മറിയ, സ്നാപക യോഹന്നാൻ, പീലാത്തോസ് ഇവരെ പരിചയപ്പെടുത്തുന്നു. 5 പട്ടണങ്ങളെ വ്യത്യസ്തമായി കാണിക്കുന്നു. ബേഥലഹേം, നസ്രേത്ത്, യഹൂദിയ, ഒലിവുമല, ഗദസമന. പഴയ നിയമം അവസാനിക്കുമ്പോൾ 38-39 സെഖരിയ പ്രവചനവും അത് കഴിഞ്ഞ് മലാക്കി പ്രവചനം കഴിയുമ്പോൾ 400 വർഷം ഇരുണ്ട കാലഘട്ടം എന്ന് ബൈബിൾ പഠിതാക്കൾ. അത് കഴിയുമ്പോൾ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് തുടങ്ങുന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി. അധ്യായം 1. അധ്യായം 2 വരുമ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെടണമെങ്കിൽ അവൻ ജനിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയ 2-ാം അധ്യായം. അവൻ ജനിക്കുന്നത് ബേഥലഹേമിൽ. ശ്രദ്ധയോടെ ഇരിക്കണം. എന്തിൻ്റെ? പാപത്തിൻ്റെ പരിഹാരം. ശ്രദ്ധയോടെ ബൈബിളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 3 അധ്യായങ്ങൾ തുടക്കം. 1 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, 2 മനുഷ്യൻ്റെ സൃഷ്ടി, 3 പാപത്തിൻ്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിനകത്ത് വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം നോക്കുമ്പോൾ ശക്തമായി കുറെ ടേ വെടികളാണ് പൊട്ടുന്നത്. എന്താ? ഉണ്ടാകട്ടെ, ഉളവാകട്ടെ. 2 ആദ്യത്തെ കുടുംബത്തെ സ്വർഗം ഉളവാക്കുന്നു. എവിടെ? ഇറാഖിലല്ല, ഇറാഖിൻ്റെ വടക്കേറ്റമായ എത്യോപ്യ, അഥവാ ഇന്നത്തെ മെസപ്പൊട്ടോമിയ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അക്കരെ ഒരു പട്ടണം കിട്ടും. അവിടെയാ എത്യോപ്യ. എത്യോപ്യയിൽ 6 ഘടകങ്ങൾ സ്വർഗമെടുക്കുന്നു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസം. 7-ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ നിന്ന്. മണ്ണിൽ നിന്നല്ല മനുഷ്യനെ മെനഞ്ഞത്, നിലത്ത പൊടിയിൽ നിന്ന്. ബൈബിൾ റെഫറൻസ് കൂടെ വെച്ചിരിക്കണം. ഉൽപ്പത്തി 2:17. തീർന്നില്ല. ഇയ്യോബ് 19:25. ഭാര്യ പോയി, മക്കൾ പോയി. ഇയ്യോബിനെ നമ്മുടെ നാടൻ ഭാഷയെ എരുത്തിനകത്തിട്ടിരിക്കുക. ആ സമയത്ത് സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറയുമ്പോൾ അവൻ്റെ ദേഹം പരുക്കൾ മുഴുവൻ ബാധിക്കുമ്പോൾ വിശ്വാസത്തോടെ ഇയ്യോബ് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇയ്യോബ് 19:25. തീർന്നില്ല. അന്ത്യകാലത്തിൽ കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരണം ദാനിയേലേ. ദാനിയേൽ 12:4 എഴുതിയിരിക്കുന്നു. എന്താ? നിലത്ത പൊടിയിൽ
നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കും. തീർന്നില്ല. അഹരോന്റെ മരണം മോശ ദർശിക്കുമ്പോൾ സ്വർഗം മോശയെ കൊണ്ടെഴുന്ന് എഴുതിക്കോ കുഞ്ഞെ, ഇതാ അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീന് നരളപ്പാട് കൊടുക്കുന്ന ദൈവം, മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. മലയാളം മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. അതിൻ്റെ കട്ടി മൂലക പൊറോക്സോൺ. തിരുവനന്തപുരം ജില്ലയിലെ മുക്കുന്നിമല, അതുപോലെ പെരുങ്കടവിള, ആലത്തൂർ, അവിടുത്തെ പാറയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചലിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ 17 ഘടകം കിട്ടും. ആ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. സിഷ്ടാവായ ദൈവം സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവശാസ്ത്രത്തിലും നിലത്ത പൊടിയിൽ നിന്ന് ബാക്കി എല്ലാത്തിനും ടേട്ടയെന്ന് പറഞ്ഞിട്ടാണ് റെഡിയാക്കിയത്. പക്ഷേ മനുഷ്യനെ മെനഞ്ഞപ്പോൾ ജീവശ്വാസം മനുഷ്യൻ്റെ അകത്തവൻ ഊതി. സന്തോഷത്തോടെ ഇന്ന് രാത്രി ഏറ്റെടുക്കണം. ജീവശ്വാസം ഊതിയപ്പോൾ ആദമിൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, ആദമിൻ്റെ കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങി, അവൻ്റെ ഹൃദയത്തിൻ്റെ ആർട്ടിക്കളും വെൻട്രിക്കളും ചലിക്കുവാൻ തുടങ്ങി, കിഡ്നിയുടെ പമ്പിങ് ക്ലിയറായി, ലങ്സിനകത്ത് ശ്വാസം തുടിക്കുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് കുന്നപ്പടിയിൽ പറയാം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് അവൻ്റെ വചനം എൻ്റെ ശരീരത്തിനകത്ത് കടന്ന്, അവൻ്റെ ജീവശ്വാസം എൻ്റെ ശരീരത്തിനകത്ത് കടന്ന് എൻ്റെ ഫെയിലുവറായ ഓർഗനെ വിടുവിച്ച് എൻ്റെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ആദമൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി അതേ ശബ്ദം, അതേ ശ്വാസം എൻ്റെ അകത്ത് ചലിക്കുന്ന രാത്രി എന്ന് വിശ്വസിക്കുമെങ്കിൽ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ രോഗക്കെട്ടുകളിൽ വിടുതൽ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനൊരു തക്ക തുണയെ കൊടുത്തു. ഹവ്വ അവർക്ക് വാഴുവാൻ കൊണ്ടുവന്നതാ ഏദൻ തോട്ടം. ഉൽപ്പത്തിയിൽ 2 തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ വാഴുവാൻ കൊണ്ടുവന്നു. ഏദനിൽ എത്ര കൽപ്പന കൊടുത്തെന്നറിയാമോ? 6 കൽപ്പന. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോമിസ്, അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. അതിനുമപ്പുറം ഒരു ദിവസം സമം 1000 സംവത്സരം മനുഷ്യന് ദൈവം കൊടുത്ത 1000. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം തോട്ടത്തിനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റി ഞാൻ തൊട്ടുവെച്ചിട്ട് ഒലിവുമലയിലേക്ക് അങ്ങ് പൊക്കോളാം. ശ്രദ്ധയോടെ ഇരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്. സ്വർഗം ആദമനോട് ഹവ്വയോടും പറഞ്ഞു, ഒരു കാരണവശാലും ഇതിനകത്ത് തുടരുത്. നന്മയുടെയും തിന്മയുടെയും അനുഭവം ഇതിനകത്ത്. സ്വർഗം ഇതെല്ലാം പറഞ്ഞു പോയി തോട്ടം ഏൽപ്പിച്ചപ്പോൾ തോട്ടത്തിനകത്തൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് പാമ്പ്, പഴയ പാമ്പ്. അവരാരാന്നറിയാമോ? സ്വർഗത്തോട് മറുതലിച്ച് ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേര് ആരാധനാ സംഘത്തിൻ്റെ തലവൻ ലൂസിഫർ. ലൂസി പ്രകാശം, ഫർ രശ്മി. അവൻ സ്വർഗത്തോട് മറുതലിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉന്നതത്തിൽ കയറും, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം അവനെ വെട്ടി. യെശയ്യാ പ്രവചനം 14, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? ആ വെട്ടേറ്റ് വീണ ദൂതനാ സാത്താനായി മാറിയത്. അവൻ എങ്ങനെയെങ്കിലും ആദ്യത്തെ കുടുംബജീവിതത്തെ തകർക്കുവാൻ നോക്കുക. കുഞ്ഞുങ്ങള്, ആദമനോട് പല ആവർത്തി പറഞ്ഞു, ഇത് ഭക്ഷിക്കണം, കഴിക്കണം. കർത്താവിൻ്റെ കരം, സർവശക്തൻ്റെ കരം, മഹാദൈവത്തിൻ്റെ കരസ്പർശനമേറ്റ ആദമൻ്റെ അടുത്ത് ഇവൻ്റെ പരിപാടി നടന്നില്ല. ആദം അങ്ങനെ ഇരുന്നപ്പോൾ ചാലേ ചന്തയിൽ പോയി സാധനം മേടിക്കാൻ. അന്നേരമുണ്ട് അവ അമ്മമ്മയ്ക്ക് വാട്സപ്പ് അടിച്ച്. സന്തോഷമില്ലല്ലോ. അമ്മമ്മയോട് പറഞ്ഞ് ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് UK പോകാൻ, കാനഡ പോകാൻ, തിരുവനന്തപുരത്ത് വീട് കിട്ടും, കാറ് കിട്ടും. അമ്മമ്മ വിചാരിച്ച് അച്ചായം പോയതില്ല, ഞാൻ ഇച്ചിരി കഴിച്ചോളാന്ന്. സ്വോത്രം. അമ്മാമ്മ പിടിച്ച് ഒറ്റക്കടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അച്ചായം വരുന്നവരെ കാത്ത് തക്ക തുണയായതുകൊണ്ട് അച്ചായനെ കഴിച്ചപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. ആദ്യത്തെ കുടുംബം പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെടുത്തിയവർ തോട്ടത്തിന് പുറത്തായി. എന്തിന് കർത്താവ് വന്നെന്ന് പറഞ്ഞിട്ടേ മുൻപോട്ട്. 2 അവർക്ക് 2 കുഞ്ഞുങ്ങളെ കെട്ടി. കായീൻ ഹാബേൽ. 9 മാസം 9 ദിവസം ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചു പറഞ്ഞ കുഞ്ഞുങ്ങൾ. അവരെ നിലത്തിലേക്ക് കൊണ്ടുവന്നു ആരാധനയ്ക്ക് വേണ്ടി. കായീൻ നല്ല ഫലങ്ങൾ കൊണ്ടുവന്നു, നല്ല കാച്ചിലും നല്ല ചേനയൊക്കെ കൊണ്ടുവന്നു. ചില ചർച്ച കൂടുതൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്മാർ പറയാറുണ്ട്, കായീൻ കൊണ്ടുവന്നത് എലി കടിച്ച കാച്ചിലും പൂച്ച മാന്തിയ ചേനയാണ്. അതൊന്നുമല്ല, ബൈബിൾ വായിക്കണം. നല്ല മേൽത്തരമായ വിഭവങ്ങളാണ്. പക്ഷേ ഹാബേൽ ഒന്നേ കൊണ്ടുവന്നോള്, നല്ലൊരു കുഞ്ഞാടിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ? അതിന് ജീവൻ ഉണ്ടായിരുന്നു. വന്നപ്പോൾ തുള്ളി ചാടിക്കൊണ്ട് നിൽക്കുക. അല്ലാതെ ഇന്നത്തെ പെന്തിക്കോസിലെ കുഞ്ഞാടുകൾ കണക്കല്ല. ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ മിണ്ടുന്നില്ല. സർവേക്കല്ലിനകത്ത് മയിൽക്കുറ്റി മാർക്ക് ചെയ്തതുപോലെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് വെറ്റിലക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കൈയടിക്കുന്ന സ്വോത്രം. അങ്ങനെയുള്ളവരെ അല്ല കർത്താവിന് വേണ്ടത്. ദൈവസഭയിൽ ഒന്നേ പ്രാർത്ഥിച്ചോളൂ, ദുഷ്ടപിശാച് നടുങ്ങണം. ഒന്നേ അന്യഭാഷ പറഞ്ഞോളൂ, ദേശത്ത് വ്യാപരിക്കുന്ന മന്ത്രതന്ത്രവാദ ശക്തികൾ തകരണം. നീ കരമുയർത്തി ഒന്നേ സ്തുതിച്ചോളൂ, ദേശം അവകാശമാക്കണം. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്,
അവസ്ഥയിലുള്ള ആരാധനയല്ല, വ്യവസ്ഥയിലുള്ള ആരാധന. സ്വോത്രം. കായീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. ആദ്യത്തെ യുദ്ധം കുവൈറ്റും ഇറാഖുമല്ല. കായീൻ ഹാബേലിനെ കൊല്ലുന്നു, സ്വർഗത്തിന്റെ ക്യാമറ കാണുന്നു, ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നു. സ്വർഗം ചോദിച്ചു, കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ അവന്റെ കാവൽക്കാരനെ ഒന്ന് കായീൻ ചോദിച്ചപ്പോൾ സ്വർഗം അനുതപിച്ചു, ഈ മനുഷ്യൻ രക്ഷപ്പെടത്തില്ല. കാലത്തിന്റെ യവനികത്ത് മുമ്പോട്ട് ഞാൻ തൊടുന്നില്ല. ഏഴാമനായി ഒരുവനുണ്ടായിരുന്നു, ഹാനോക്ക്, ആദമിന്റെ തലമുറയായി. അവൻ നിയമത്തിന്റെ പെട്ടകം വചനമെടുത്തു നടന്നു. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പോലും ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയില്ല. കിട്ടിയ ഒരുവനുണ്ട്, ഹാനോക്കിന്റെ മകനായ മെതുശലേഖ്. 969 സംവത്സരം അവൻ ആയുസ് കിട്ടി. മെതുശലേഖ് സിറ്റി യോഗം നടത്തിയോ, പേയാട് ട്രാക്ടർ കൊടുത്തു, കുന്നപ്പുഴ രക്ഷകനെ വിളിച്ച് പറയും, ഒന്നും ചെയ്തില്ല. സ്വോത്രം. അപ്പൻ വചനമെടുത്തപ്പോൾ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങൾ വചനമെടുത്ത് ദൈവസഭയിൽ ആരാധിക്കുവാൻ പോകുമ്പോൾ, മുട്ടുമടത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കൺവെൻഷൻ കൂട്ടങ്ങൾക്കകത്ത് പോകുമ്പോൾ, കപലയോഗത്തിൽ യേശുവിനെ രക്ഷിതാവായി പറയുമ്പോൾ, ചർച്ചിനകത്ത് പാടുമ്പോൾ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. മെതുശലേഖിന്റെ കാലം അതിനുശേഷം മുൻപോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. അത് കണ്ടപ്പോൾ സ്വർഗത്തിന് വ്യസനം തോന്നി. അന്നേരം കർത്താവ് കത്രിക എടുത്തു. നമ്മുടെ പേയാട ചിന്നമ്മ ചേച്ചി ചുരിദാറിൻ്റെ കൈ വെട്ടുന്ന പോലെ ഒറ്റ വെട്ട് 120 സംവത്സരം, 1000 മാറ്റി. സന്തോഷമില്ല. അപ്പോൾ ഒരുവനെ നീതി പ്രസംഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് നോഹ. പുള്ളിക്കാരൻ പ്രസംഗിച്ചിട്ട് ഇവിടെ പട്ടണത്തിൽ ആരും മാനസാന്തരപ്പെട്ടില്ല. മഴ വരുന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉപദേശിക്ക് കെറുക്കാന്ന്. സ്വോത്രം. എന്തായാലും നോഹ പ്രസംഗിച്ചു, മഴ പെയ്തു. പെട്ടക മരാരാത്തിൽ ദൈവസന്ധിയിൽ അതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരുവനെ തെരഞ്ഞെടുക്കുന്നു, അബ്രഹാം. കൽദയ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അവന് വാർദ്ധക്യത്തിൽ ഒരു സന്തതി കൊടുക്കുന്നു, ഇസഹാക്ക്. ഇസഹാക്കുമായി ഈ യാഗപീഠത്തിലേക്ക് പോകുന്നു. മോറിയാദേശത്തേക്കുള്ള ആദ്യത്തെ കുഞ്ഞാട്. മോറിയാദേശത്തേക്കുള്ള യാഗപീഠത്തിൽ യാഗത്തിന് വേണ്ടി പോകുന്നു. കുഞ്ഞ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്തുള്ള മൃഗം എവിടെ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ സർവശക്തന്റെ മുഖത്ത് നോക്കി ഇറാഖിൽ നിന്നിറങ്ങി അബ്രഹാമിന് ഭയമില്ല. അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് രാത്രി പ്രതിസന്ധികൾ നിനക്കെതിരെ ആഞ്ഞടിക്കാം, പ്രതികൂലങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിക്കാം. നാളെ എന്ത് ഭവിക്കുമെന്ന് നിന്റെ വീട്ടിലുള്ളവർക്കും അറിയത്തില്ല. പക്ഷെ അതിൻ്റെ നടുവിലും വിശ്വാസത്തോടെ പറയണം, ഏത് മോറിയാക്കകത്ത് ഞാൻ നിന്നാലും അവിടെ കരുതുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മക്കളെ, ഇവർ ഒരു സൈഡിൽ കൂടെ, സ്തോത്രം, ഇവർ മല കയറുക. അബ്രഹാമിനറിയാം തൻ്റെ പ്രിയ പൈതലിൻ്റെ നേർക്ക് കത്തി വെക്കുമെന്ന്. യാഗപീഠത്തിനകത്ത് കുഞ്ഞിൻ്റെ കൈകാലുകൾ ബന്ധിച്ചവൻ കിടത്തി. പ്രാണവേദനയോടെ പ്രാർത്ഥനയുടെ കത്തി ആകാശത്തിൽ ഉയർത്തുമ്പോൾ ഒരു ശബ്ദം അവിടെ കേട്ടു, അബ്രഹാമേ, ബാലകന്റെ മേൽ നീ കത്തി വെക്കരുത്. ലോകം പറയും നടക്കത്തില്ല, പക്ഷെ സ്വർഗം പറയും. നീ ഒരു വഴിയായി പ്രതിസന്ധിയുടെ നടുവിൽ കടക്കുമ്പോൾ മറുവഴിയായി മോറിയാദേശത്ത് മലഞ്ചരുവിനകത്തൊരാട്ടിൻകുട്ടിയെ കൊണ്ടുതരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തന. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സഹോദരിമാരെ പറയണം, എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഒരു വഴിക്ക് എൻ്റെ കുടുംബത്തിനകത്ത് പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ, മറുവശത്ത് കൂടി അബ്രഹാമിന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ മലച്ചരുവിലേക്ക് അയച്ചെങ്കിൽ അന്ത്യം വരെ വഴി നടത്തുവാൻ കരുണാമയനായ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യത്തിൻ്റെ പൂർണ്ണത. തൻ്റെ പ്രിയ മകന് വേണ്ടി ആദ്യമായി ഒരാട്ടിൻകുട്ടിയെ ഇറക്കുന്നു. തീർന്നില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ പാളയത്തിനകത്ത് നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ആടുകളെ ഇറക്കുന്നു. പെസഹായിൽ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും രണ്ടാമത്തെ ആടിൻ്റെ ഇറപ്പ്. 3 ജ്ഞാനിയ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത്. 1,56,000 ആടിനെ ഇറത്തു. അതുപോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി. ആ ജനം മുൻപോട്ട് പാപം ചെയ്തപ്പോൾ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഊനമൃഗങ്ങളെ ഇറക്കുവാൻ തുടങ്ങി. വീട്ടിനകത്ത് കുഷ്ഠവും ടൈഫോയിഡും അവിഹിത ഗർഭവും ഇതെല്ലാം വന്നപ്പോൾ കുറുപ്രാവിനെ ഊനമൃഗത്തെ ഡെയിലി ഇറക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗം ചോദിച്ചു, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ രക്തം ചിന്തും. മിണ്ടുന്നില്ലല്ലോ. അന്നൊരുവൻ, അവൻ പിതാവിൻ്റെ നടുവിലുണ്ടായിരുന്നു. അവൻ പോകാം. ആ കുഞ്ഞാടിനെ ഈ കൺവെൻഷൻ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ആ കുഞ്ഞാടിൻ്റെ പേര് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരാ കുഞ്ഞാട്?
കുഞ്ഞാട് ഇന്ന് രാത്രി കുന്നപ്പഴേ അതിൻ്റെ പേരാ സാക്ഷാൽ ഞങ്ങൾ ഉയർത്തുന്ന നസ്രന യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. പെന്തിക്കോസ്തുകാർക്ക് മിണ്ടാട്ടമില്ല. ഞാൻ തന്നെ പുനരുത്ഥാന, ബാക്കി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ കുഞ്ഞാടിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ കുഞ്ഞാട് എവിടെ തുടങ്ങി? അനാദി നിത്യതയിൽ പിതാവിൻ്റെ നടുവിൽ തൃത്വത്തിൽ. അവൻ ജനിച്ചത് ബേത്ലഹേമിൽ, ലോകത്തിൻ്റെ മധ്യപകുതിയിൽ. വളർന്നത് എവിടെയാ? മാതാപിതാക്കന്മാരുടെ നടുവിൽ. പള്ളിയിൽ പോയത് പുരുഷാരത്തിൻ്റെ നടുവിൽ. ഉപദേശം പറഞ്ഞത് പരീശന്മാരുടെ നടുവിൽ. അത്ഭുതം ചെയ്തത് ശിഷ്യന്മാരുടെ നടുവിൽ. കാൽവറിയിൽ പരമയാഗമായത് 2 കള്ളന്മാരുടെ നടുവിൽ. മരിച്ചുയർത്തെഴുന്നേറ്റ് അവൻ എവിടെ വന്ന്? പേയാട് ടൗണിലല്ല, കാത്തിരിക്കുന്നവരുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ വെളിപ്പാടിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ അവനെ കാണുന്നു. വെളിപ്പാട് 15 വരുമ്പോൾ വീതിയുടെ നടുവിൽ ആ കുഞ്ഞാടിനെ കാണുന്നെങ്കിൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയണം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അതിൻ്റെ നടുവിൽ വാഗ്ദത്ത പ്രകാരം വരാമെന്ന് പറഞ്ഞ നല്ല ഒരു കുഞ്ഞാടിനെ ഇന്ന് രാത്രി ഞങ്ങൾ കുന്നപ്പുഴ പരിചയപ്പെടുത്തുന്നത്. സിസ്റ്റർ, ഇന്ന് രാത്രി 2 പേർ അടുക്കളക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നടുവിലും കർത്താവുണ്ട്. 2 പേർ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കരം കൊടുത്താൽ അതിൻ്റെ നടുവിലും കർത്താവുണ്ട്. വണ്ടിക്കകത്ത് 2 പേർ കരം കൊടുത്താൽ അതിൻ്റെ നടുവിലും എൻ്റെ പൊന്നു കർത്താവുണ്ട്. 2 പേർ PRSന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കലിരുന്ന് കരം കൊടുത്താലും അതിൻ്റെ നടുവിലും വരാമെന്ന് പറഞ്ഞ നല്ലൊരു കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. എന്തിന് യേശു വന്നു? പലരും ചോദിക്കാറുണ്ട്. യേശു വന്ന എന്തിനാണെന്നറിയാമോ? സ്തോത്രം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി മരണം അവനെ പുൽകുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് 3 ഘടകമാണ്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ആത്മാവിന് മരണമില്ല. ആത്മാവ് പാതാളത്തിൽ യാതനാ സ്ഥലത്ത് നരകയാതനയെ അനുഭവിക്കാതെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവമാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. സ്തോത്രം. ഇനിയെങ്കിലും തിരുവനന്തപുരംകാരും മനസ്സിലാക്കണം. സ്തോത്രം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി പാപാന്ധകാരത്തിനകത്ത് ജഡമോഹത്തിനവൻ വീഴുമ്പോൾ ആത്മാവ് പാതാളത്തെ നരകയാതന അനുഭവിക്കാതെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു. ബേത്ലഹേമിൽ അവൻ ജനിക്കപ്പെട്ടു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30ാമത്തെ തിരുവയസ്സിൽ അവൻ എവിടെ? യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനമേൽക്കുന്നു. ഒരു കുഞ്ഞാട് പരമയാഗമാകണം. 3.5 വർഷത്തെ മിനിസ്ട്രി നടക്കുമ്പോൾ മത്തായി 21 വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരത്തേക്ക് കടന്നു വരുന്നു. ഒലിവുമലയുടെ താഴ്വാരം എന്നപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയും അഴിച്ചു കൊണ്ടുവരണം. കുന്നപ്പുഴക്കാർ ചോദിക്കാൻ ആവശ്യമുണ്ടോ? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണം. യേശു ജനിക്കുന്നതിൻ്റെ പിറകിൽ 2550 ഇന്നേക്ക് ജനനത്തിന് 550 പിറകിൽ സെക്കരിയാവ് എഴുതി വെച്ചു. സെക്കരിയാ പ്രവചനം 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. ഇന്ന് രാത്രി 5 കാര്യം ഈ വനാന്തരത്തിനകത്തുണ്ട്. സഹോദരങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. അന്ത്യകാലമെങ്കിലും വചനമങ്ങ് ഏറ്റെടുക്കണം. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞോ, അമ്മമ്മ ഒന്നീ ഭർത്താവ് മരിച്ചതായിരിക്കും, അല്ലെ അച്ഛൻ ഡൈവോഴ്സ് ആയിരിക്കും. 3 ഇനി പുറത്തു വരത്തില്ല, ശക്തമായ കയറുകൊണ്ട് വേരിനകത്ത് ബന്ധിച്ചിരിക്കുക. 4 വഴികളും വാതിലുകളും അടഞ്ഞു. 5 ഉലകം പറഞ്ഞു മരണമുറപ്പാ. ഇന്ന് രാത്രി പറയണ ലോകം പല കാര്യങ്ങളും പറയും, പക്ഷെ വരുവാനുള്ളവൻ വരാന്തരത്തിനകത്തിറങ്ങി വന്നാൽ ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ അടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്